ചാമ്പ മരം കണ്ടോ നിറച്ചുണ്ടായിട്ടുണ്ട്. ചോക്കട്ടെ തേച്ച് കാത്തുനിന്ന് അപ്പോഴത്തേക്ക് 2 ദിവസം ചെറിയ മഴ പെയ്തില്ലേ, മുഴുവൻ നിലത്ത്. ഇതിൻ്റെ കുഴപ്പം ഇതാണ്, ഒന്ന് പാകമായി വരുമ്പോഴത്തേക്കും ഒരു കാറ്റടിക്കോ ഒരു മഴ പെയ്യുകയോ ചെയ്താൽ മുഴുവൻ നിലത്തായിരിക്കും. ഇത് പണിത്തിരക്കിനിടയിൽ ഇത് മറന്നും പോയായിരുന്നു. പിന്നെ കുറച്ച് കുട്ടികൾ വന്ന് ചാമ്പങ്ങ പറിച്ചോട്ടേയും ചോദിച്ചു തരാമെന്ന് ഇതായത് ഓർമ്മ വന്നു. അവർ താഴെയുള്ളതൊക്കെ പറിച്ചു. ഇപ്പം എൻ്റെ മുകളിലുണ്ട് കുറച്ച്. നല്ല ഉറുമ്പും കൊട്ടിയെല്ലാം ഉണ്ട്, പക്ഷെ ഉറുമ്പൊന്നും കടിച്ചിട്ടൊന്നുമില്ല. ഞാനും ഉറുമ്പും കൂടെ ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് പോവുക ചെയ്തത്. മേത്തൊക്കെ കയറിയെങ്കിലും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് സമാധാനത്തിൽ ഇങ്ങനെ പറിച്ചെടുക്കുക ചെയ്ത്, കൊമ്പൊന്നും അനക്കാണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉതിർന്ന് വീഴുക ചെയ്യൽ. അടിയിൽ വല വിരിച്ചിട്ടോ അല്ല ബക്കറ്റ് എന്തെങ്കിലും പാത്രം കാട്ടിയിട്ടോ അങ്ങനെ പറിക്കണം. തൊട്ടാൽ പിന്നെ ഉതിരില്ലായി. ഇത് നമ്മുടെ പഴയ വീടിൻ്റെ ആദ്യത്തെ വീടിൻ്റെ മുറ്റാണ്. അവിടെയാണ് ചാമ്പ ഉള്ളത്. അങ്ങ് നേരെ മുന്നിലൊരു ഷീറ്റ് കാണുന്നില്ല, അതാണ് നമ്മളിപ്പം താമസിക്കുന്ന വീട്. അത് കുറച്ചങ്ങ് താഴോട്ട്. അവിടെ ഇത് പിടിപ്പിച്ചിട്ടില്ല, ഈ മുറ്റത്തേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു വലിയ ചാമ്പയുണ്ട്, അതിൻ്റെ പേരെന്താന്ന്, ആപ്പിൾ ചാമ്പയാ. അങ്ങനെ എന്തെല്ലോ ഫ്രൂട്ട്സ് ഉണ്ട് ഈ മുറ്റത്ത്. പക്ഷെ ഒന്നും വാവൽ വെച്ചേക്കൂല. ഇതെന്താമോ കുറേ ഉള്ളത് കൊണ്ടാണെന്ന് ഒന്നും അറിയില്ല, കൊണ്ടുപോയിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പറിച്ചാന്നേ. ചിലപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നാളത്തേക്ക് ഒന്നും ഉണ്ടാവില്ല, മുഴുവനും താഴെ വീണിട്ടുണ്ടാവും. അച്ചാറിടണം. പിന്നെ ആർക്കും വേണ്ടുന്നവർക്കെല്ലാം കൊടുക്കുക. പറിച്ച് വെച്ചാലും നിൽക്കില്ല, ഫ്രിഡ്ജിൽ വെച്ചാലും 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ഫ്രഷ്നെസ് എല്ലാം പോയിട്ടുണ്ടാവും. നമ്മുടെ മൂക്ക് കുറച്ച് കൊണ്ട് കൊടുക്കണം, മോൻ്റെ ഭാര്യയ്ക്ക്. അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ച് പറിച്ച്. ഇപ്പം നല്ല സാധാരണ മഴ പെയ്ത പുഴു വരും. ഇപ്പം പുഴുവൊന്നും വന്നിട്ടില്ല, കുറച്ച് വളർന്നതുകൊണ്ടായിരിക്കും. തുടക്കത്തിലാണെങ്കിൽ ഒരു മഴ പാറി അന്നേരം പുഴു നിറയും. അപ്പോൾ നല്ല ടേസ്റ്റുണ്ട്, നല്ല ചുവന്ന് തുടുത്തിട്ട്, പുളിയൊന്നുമില്ല, നല്ല മധുരമുണ്ട്, അടിപൊളി തന്നെ. അപ്പോൾ കുറച്ച് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അച്ചാറിടണം, കുറച്ച് കാണിച്ചു തരാം അന്നേരം.